തക്ബീറിന്റെ ദിനങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തക്ബീർ എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ട്. മുഖയ്യദുണ്ട്, മുതലഖുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 13 മഗ്രിബ് വരെയുള്ള തക്ബീറുകൾക്ക് മുതലഖ് നിരുപാധികം ചെല്ലുന്ന തക്ബീറുകൾ, നിരുപാധികം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ചെല്ലാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ അതുപോലെ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും അതുപോലെ അങ്ങാടിയിൽ നിന്നും ബലിമൃഗത്തെ കാണുമ്പോഴും എന്ന് വേണ്ട ഏത് സമയത്തും നിരുപാധികം ചെല്ലുന്ന തക്ബീറുകൾക്കാണ് മുതലഖ് എന്ന് പറയുന്നത്. എന്നാൽ മുഖയ്യദായ ചില തക്ബീറുകളുണ്ട്. അത് ദുൽഹിജ്ജ 9 സുബഹി മുതൽ 13 അസർ വരെ നമസ്കാരത്തിന്റെ ശേഷം ചെല്ലുന്ന തക്ബീറുകൾ. അതിന് എണ്ണക്കണക്കൊന്നുമില്ല. സാധാരണ നമ്മുടെ നാടുകളിൽ 3 തക്ബീറുകളാണ് ചെല്ലാറുള്ളത്. അത് ഇമാമ് ചൊല്ലിക്കൊടുത്തിട്ട് മറ്റുള്ള ചെല്ലുന്ന രീതിയല്ല. ഇമാമും അല്ലാത്തവരെല്ലാം ഒന്നിച്ച് ചെല്ലുകയാണ് ചെയ്യേണ്ടത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. തക്ബീറുകൾ നമ്മൾ ഇനി അങ്ങോട്ട് നമസ്കാരത്തിന്റെ ശേഷം മറക്കാതെ നമ്മൾ ചൊല്ലണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്കുണ്ട്, അർബഉ കലിമാത്തിൻ അഹബ്ബു ഇൻദല്ലാഹ്. 4 വാക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകളാണ്. ഇന്നല്ലാഹ അസ്തഫ അർബഅ കലിമാത്തി. റസൂൽ പറയാ 4 വാക്കുകളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 4 വാക്കുകൾ ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹയാണ് ഒന്ന്, മറ്റൊന്ന് അൽഹംദുലില്ലാഹയാണ്, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, മറ്റൊന്ന് അല്ലാഹു അക്ബറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, മൻ കബ്ബറ മാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ മുബശ്ശിറൻ. ഒരു ആൾ തക്ബീർ ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അതാണല്ലോ തക്ബീർ. അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞാൽ ഇല്ലാ മുബശ്ശിറൻ, അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല എന്ന് റസൂൽ പറഞ്ഞു. കൂട്ടത്തിൽ നിന്ന് ആരോ ചോദിച്ചു, നബിയെ എന്താണ് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്? സ്വർഗമാണോ? അപ്പൊ റസൂൽ പറഞ്ഞു, അതേ, സ്വർഗം തന്നെയാണ്. കബ്ബറ അല്ലാഹു അക്ബർ എന്നൊരാൾ പറയുന്നത് കൂടി അയാൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? റസൂൽ പറയാം, മൻ ഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുതിബ ലഹു 20 ഹസനത്തുൻ വഹുത്ത അൻഹു 20 സയ്യിഅ. അവന്റെ ജീവിതത്തിൽ 20 നന്മകൾ എഴുതപ്പെടുകയും 20 തിന്മകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തക്ബീറുകളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. തക്ബീർ നിങ്ങൾ നോക്ക്, എല്ലാ സമയങ്ങളിലും തക്ബീർ ചൊല്ലൽ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്, ദൈനംദിനം. അതുപോലെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സമയത്ത് നമ്മൾ തക്ബീർ, അല്ലാഹു തആല നമ്മളെ തക്ബീർ ചൊല്ലിപ്പിക്കുന്നു. 30 തവണ 5 ബാങ്കുകളിൽ തക്ബീർ പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ. അതുപോലെ 20 തവണ ഇഖാമത്തിൽ പറയുന്നുണ്ട്. മുസ്ലിം എവിടെയുണ്ടോ അവിടെയൊക്കെ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള അർത്ഥമാണതിൽ. ആ വാക്ക് മുസ്ലിം ഉള്ള സ്ഥലത്തൊക്കെ ഉയർന്ന് കേൾക്കണം. അത് കേൾക്കുമെന്നാണ് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ നമസ്കാരത്തിന്റെ ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അല്ലാഹു അക്ബർ എന്നുള്ള ശബ്ദമാണ്. അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് റസൂൽ പറയും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അവിടെയും തക്ബീർ സുന്നത്തുണ്ട്. അതുപോലെ രാത്രി നമ്മൾ ചിലപ്പോൾ ഞെട്ടി ഉണരാറുണ്ടല്ലോ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും സ്വപ്നമോ മറ്റോ കണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന്. അല്ലാഹു അക്ബർ, അവിടെയും നമ്മൾ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മളെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്. അതുപോലെ യാത്ര പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 3 പ്രാവശ്യം അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് നമ്മളെ കൊണ്ട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര പോകുമ്പോൾ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. ഞങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നു.
വാഹനത്തിന് ഗിയർ ഫസ്റ്റ് ഗിയറിലിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലിട്ട് കയറ്റുക മാത്രമല്ല നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത്. നമ്മൾ അല്ലാഹു അക്ബർ എന്നുള്ള ഒരു ഗിയർ കൂടി അവിടെയുണ്ട്. അത് നമ്മൾ പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന്. നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുറ്റിയാടിക്ക് പോകുമ്പോൾ ഒരു കയറ്റം കയറുമ്പോഴേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കയറണമെന്നാണ് നമ്മുടെ മതം നമ്മളോട് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നമസ്കാരത്തിൽ ഉടനീളം പോക്കുവരവുകളിൽ നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നു. റുകൂഇൽ നിന്ന് വരുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം അല്ലാഹു അക്ബർ ബിസ്മില്ലാ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അറുക്കുന്നു എന്ന് പറയണം. അത് സുന്നത്താണ്. ഇങ്ങനെ വിവിധ സമയങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിൽ, ഒരുപാട് സമയങ്ങളിലായി, ഒരുപാട് എണ്ണങ്ങളിലായി നമ്മളെ കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് അല്ലാഹു തആല പറയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖൗലുൽ അബ്ദി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അല്ലാഹു അക്ബർ. ഒരു അടിമ അവൻ പറയുന്ന വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുനിയാവിൽ അവൻ നേടിയതും അതുപോലെ ആഖിറത്തിൽ അവൻ നേടിയതും അതിനെല്ലാം ഉത്തമമായ വാക്ക് അത് അല്ലാഹു അക്ബർ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് തക്ബീറുകൾക്കിടയിൽ കൂടെയാണ്, അതിന്റെ ദിനങ്ങൾക്കിടയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയ മഹാൻ. ഇത് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കണം. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അതാണ് നമ്മൾ ചരിത്രങ്ങളിൽ കൂടെ നമ്മൾ കേട്ടത്. അതാണ് ഹജ്ജിൽ കൂടെ നമ്മൾ പഠിച്ചത്. അതാണ് ഈദിൽ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അതുപോലെ ഉളുഹിയ്യത്തിൽ കൂടി നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള വാക്ക് ജീവിതത്തിൽ കാണിച്ചു തന്ന ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് അനുധാവനം ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.